എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ പ്രധാനപ്പെട്ട 6 ഫൈറ്റേഴ്സിനെ ഓരോരുത്തരായിട്ട് കാണിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ ജിഞ്ച ഫൈറ്റർ അവന്റെ പിന്നാലെ ഓടും. കാരണം ലൂഫിക്ക് മനസ്സിലാവും അവന്റെ തലയിലുണ്ടായിരുന്ന ആ ഹെൽമെറ്റ് അത് അടിച്ചു മാറ്റിയത് അവനാണെന്ന്. മര്യാദയ്ക്ക് എന്റെ ഹെൽമെറ്റ് താടാന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ഓടുകയാണ്. അതേസമയം ആ അപ്പാപ്പൻ ഓൾറെഡി നമ്മുടെ ലൂഫിയെ സ്കെച്ചിട്ട് കഴിഞ്ഞു. ലൂഫിയെ പിടിക്കാനായിട്ട് ആളും വമ്പ സ്പീഡിൽ ചാടി ഓടി വരികയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ഒരുത്തൻ അപ്പാപ്പന് നേർക്ക് ചാടി വരികയാണ്. അപ്പാപ്പൻ അവനെ അടിച്ചു തെറിപ്പിക്കുന്ന ഗ്യാപ്പില് ലൂഫി ആണെങ്കിൽ ഓടി ഓടി ആ ജിഞ്ചയുടെ അടുത്തെത്തും. നിക്കടാ അവിടെ, എന്റെ ഹെൽമെറ്റ് തിരികെ തന്നൊക്കെ പറഞ്ഞ് ലൂഫി ബഹളം വെക്കും. പക്ഷെ ജിഞ്ചയാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവന് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ പൊക്കിയെടുത്ത് സർക്കിളിന് ചുറ്റും വട്ടം ഓടുകയാണ്. ജിഞ്ച ആണെങ്കിൽ കാലുമടക്കി ലൂഫി കെട്ട ഒറ്റ ചവിട്ട്. ആ ഒരു ചവിട്ടില് മുഖം പൊത്തിയിരുന്ന തുണിയും കപ്പടാ മീശയും താടിയൊക്കെ താഴേക്ക് പോവാണ്. ഓ സീൻ, ഞാൻ പെട്ടു എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ പെറുക്കിയെടുത്ത് മുഖത്തൊട്ടിച്ചു വെക്കും. ആ ജിഞ്ച ചോദിക്കും, എന്തു പറ്റി, നീ എന്തിനാ നിന്റെ ഫേസ് ഹൈഡ് ചെയ്യണേ? നീ ലൂഫി ആണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ഓരോ വെപ്പൻസും ലൂഫിക്ക് നേരെ അച്ചറം പൊച്ചറം വലിച്ചെറിയും. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് രക്ഷപ്പെടും. ഗ്യാപ്പിൽ അവനാണെങ്കിൽ വീണ്ടും ലൂഫിയുടെ കണ്ണു വെട്ടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ലൂഫി ചുറ്റും നോക്കും, അവനെ കാണാനില്ല. അവന്റെ മാസ്റ്റർ പ്ലാന് എങ്ങനെയെങ്കിലും ലൂഫിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ്. പറ്റുന്നിടത്തോളം വെപ്പൻസ് കളക്ട് ചെയ്ത് അതുപയോഗിച്ച് ഈസി ആയിട്ട് ലൂഫിയെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കുക. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ അവൻ കണ്ണ് കിട്ടുന്നതൊക്കെ പെറുക്കി കൂട്ടുകയാണ്. ലൂഫി ആണെങ്കിൽ ഓരോ കോണുകളിലേക്കും കണ്ണോടിക്കും. അപ്പോഴായിരിക്കും വമ്പൻ ഒരു പൊട്ടിത്തെറി സൗണ്ടും ഒരുപാട് പേര് തെറിച്ചു പോകുന്നതായിട്ടൊക്കെ ലൂഫി കാണുക. പുകയൊക്കെ മാറുമ്പോഴായിരിക്കും ആങ്കോ ബ്രദേഴ്സിലെ കില്ലി. അവനാണ് ഇപ്പൊ അവിടെ എല്ലാം ഫൈറ്റ് ചെയ്ത് വലിയ പൊട്ടിത്തെറികളും തകർച്ചയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ ബ്രദറിനെ ആണെങ്കിൽ അവിടെ എങ്ങും കാണാനില്ല. മാത്രമല്ല മുൻപ് അവന്റെ സൈസ് വളരെ ചെറുതായിരുന്നു. ഇപ്പൊ അതിന്റെ 10 മടങ്ങായി അവൻ ജൈന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അടി കൊണ്ട് താഴെ കിടക്കുന്ന ഒരാള് ഇപ്പൊ കാര്യം പറയും. ആക്ച്വലി അടികിട്ടി പഞ്ചറായ ഗില്ലി അവന്റെ പവർ ഉപയോഗിച്ച് ഒരു കോട്ടായിട്ട് മാറി. ആ കോട്ടെടുത്ത് അവന്റെ ബ്രദർ ഇട്ട് രണ്ടുപേരുടെയും പവർ കമ്പൈൻ ചെയ്ത് ഇപ്പോ ഗില്ലിയുടെ ബ്രദറാണ് ഫൈറ്റ് ചെയ്യാൻ കളത്തിലിറങ്ങിയത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഗില്ലിയുടെ സൈസ് 10 മടങ്ങായതുപോലെ തോന്നിയത്. ബോ ആണെങ്കിൽ ഗില്ലിയെ കണ്ട് പേടിച്ച് ദൂരേക്ക് ഓടുകയാണ്. ഗില്ലി പറയും, എനിക്ക് കോട്ട് പവർ ഉണ്ട്. ഈ പവർ ഉപയോഗിച്ച് എനിക്ക് നിങ്ങളെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. ബൂ അവന്റെ ആക്സ് എടുത്ത് ആഞ്ഞടിക്കും. പക്ഷെ ആക്സ് ആണെങ്കിൽ രണ്ടായിട്ട് ഒടിഞ്ഞു പോവും. ഗില്ലി ബൂവെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. അത് കണ്ട് ഗോവിന്റെ ബ്രദർ അവനാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഗില്ലി അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അതിന് ഗില്ലി, ഓ നീയാണോ ഇവന്റെ ബ്രദർ? ഓക്കെ, എങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്. നിന്റെ ബ്രദറിന് സംഭവിച്ചത് അത് നിനക്കും സംഭവിക്കാൻ പോവാണ്. ഗില്ലി ആണെങ്കിൽ ചാടി വന്ന് അവൻ അച്ചറം പൊച്ചറം അടിക്കും. അതിനവനാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കട്ട വെച്ച് അവന്റെ ഓരോ പഞ്ചും ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യും. ഗില്ലിക്ക് അപ്പോഴും കോൺഫിഡൻസ് വിട്ടു പോവില്ല. നിന്റെ ബ്രദറിന് എന്ത് സംഭവിച്ചോ അത് തന്നെ നിനക്ക് സംഭവിക്കും. നീ മരക്കട്ടയോ സ്ക്വാഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോ, ഇതൊന്നും എന്റെ അടുത്ത് വിലപ്പോകില്ല. ഗില്ലി ആണെങ്കിൽ വമ്പൻ ആക്ഷൻ ഇട്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുമ്പോഴേക്കും ഓപ്പോസിറ്റുള്ള ആള് അവൻ എടുത്തു ചാടി കൊടുക്കുകയാണ് അവന്റെ തലയ്ക്ക് തന്നെ ഒരു ഒറ്റ അടി. ആ ഒരു അടിയില് സ്യൂട്ടായിട്ട് അണിഞ്ഞ നമ്മുടെ ഗില്ലി അവൻ അങ്ങനെ ഊർന്ന് താഴേക്ക് വീഴും. ബ്രദേഴ്സ് രണ്ടുപേരും ഇപ്പൊ രണ്ടാവുകയാണ്. കെല്ലിയും ബോബിയും ആണെങ്കിൽ കാറ്റ് പോയി താഴെ വീഴും. ജനങ്ങളും ആങ്കറും എല്ലാവരും ഇപ്പൊ അവന്റെ പേരൊക്കെ വിളിച്ച് ഒരു 10 മിനിറ്റ് അവനെ പുകഴ്ത്താനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫി അവന്റെ തൊട്ട് പിന്നിൽ വന്ന് അവന്റെ ഹെൽമെറ്റ് അടിച്ചു മാറ്റിയവൻ അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പൊ അവന്റെ തൊട്ട് മുൻപിലായിട്ട് ആ ഐഡിയ അവനാണെങ്കിൽ സായിക്ക് നേരെ വരും. അവർ രണ്ടുപേരും പരസ്പരം ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. ഇവിടെ ലൂഫി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുകയാണ്. ഇവിടെ ഇവർ രണ്ടുപേരും പരസ്പരം പൊരിഞ്ഞ അട്ടിയിടി ബഹളം സ്റ്റാർട്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാമി അവള് 3 പേരെയും തൂക്കിയെടുത്ത് അവളുടെ വണ്ടിയിൽ ചേറിപ്പായും. കപ്പലാണെങ്കിൽ ആ ചപ്പർത്തലച്ച ആന്റി വളരെ ബോറാക്കി ബാഡാക്കി മാറ്റി കഴിഞ്ഞു. അല്പദൂരം മുൻപോട്ടേക്ക് പോയ നാമി അവൾ ആ ബ്ലാക്ക് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ചപ്പർത്തല ആന്റിക്കും അവളുടെ അസിസ്റ്റൻസിനും അതെന്താന്ന് മനസ്സിലാവില്ല. അവൾ ആ ക്ലൗഡ്സ് മുഴുവൻ കമ്പൈൻ ചെയ്ത് വലിയൊരു ഇടിമിന്നൽ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഇടിമിന്നലിൽ ചപ്പർത്തലച്ചയുടെ സബ്മറിയൻ അത് മുഴുവനായിട്ടും തകർന്നു പോവും. അവളാണെങ്കിൽ ഷോക്കായിട്ട് അതിലേക്ക് തന്നെ നോക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ അവന്റെ ആ ഒരു കിരീടം അടിച്ചു മാറ്റിയ ആളുടെ മുൻപിൽ നിൽക്കുകയാണ്. ആ അടിച്ചു മാറ്റിയ കള്ളനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവൻ തട്ടിയെടുത്ത് അതൊരു മല പോലെ കുമിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഈ ഒരു മലയിൽ നിന്ന് ഞാൻ എങ്ങനെ എന്റെ ഹെൽമെറ്റ് കണ്ടെത്തും ചിന്തിച്ച് ലൂഫി ആണെങ്കിൽ ടെൻഷനാവും. ഉടനെ ആ വില്ലൻ അവൻ കളക്ട് ചെയ്ത് വെച്ച ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്.
അവൻ സെക്കൻഡുകൾ കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ലൂഫിക്ക് നേരെ വലിച്ചെറിയും. ലൂഫി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ആയുധങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ വില്ലൻ ലൂഫിയോട് പറയും, ആക്ച്വലി എനിക്ക് നിന്നോട് താങ്ക്സ് പറയാനുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ നീ കാരണം ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചു. എനിക്ക് നിന്നോട് അതിന് നന്ദിയുണ്ട്. നീ ആ ഇമ്പിൾ ടവറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പ്രിസണേഴ്സിനെ മുഴുവൻ ഞാനാണ് പിടിച്ച് തിരികെ ആ ജയിലിൽ അടച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് റിവാർഡ്സ് ഒക്കെ കിട്ടി. ഇനി ആ മെയിൻ ആയിട്ടുള്ള ഇവാൻ അടക്കം കുറച്ചു പേരെ കൂടെ കണ്ടെത്താനുണ്ട്. അവരെയും ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ കണ്ടുപിടിച്ച് ആ സെല്ലിൽ അടയ്ക്കും. ലെവൽ 6 കുറെ മെയിൻ വില്ലന്മാരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ആ കാര്യം നേവി പുറത്തു വിട്ടിട്ടില്ല. നിന്നെ അടക്കം ആ ലെവൽ 6 കൂടെ കണ്ടുപിടിക്കണം എന്നതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആക്ച്വലി ലൂഫി ആണെങ്കിൽ ലെവൽ 6 പുറത്തേക്ക് പോയ കാര്യം അറിഞ്ഞിട്ടില്ല. അവൻ ആ കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ വില്ലന്റെ എല്ലാ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. വില്ലനാണെങ്കിൽ കലി കയറി വരികയാണ്. കാരണം അവൻ അത്രയും സ്പീഡിൽ ഇത്രയും സ്ക്വാഡുകൾ എറിഞ്ഞിട്ടും ലൂഫിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അവൻ വീണ്ടും സ്പീഡ് കൂട്ടി അവനെ കൊണ്ട് പറ്റും പോലെ എല്ലാ ആയുധങ്ങളും ലൂഫിക്ക് നേരെ വലിച്ചെറിയും. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ ഹായായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകിൽ വലിയൊരു രൂപം. അത് മറ്റാരുമല്ല, സാക്ഷാൽ ആ താടിക്കാരൻ അപ്പാപ്പൻ. ആളുടെ വയറ്റിലാണെങ്കിൽ ആ വില്ലൻ വലിച്ചെറിഞ്ഞ ഒരുപാട് സ്ക്വാഡുകൾ കുത്തി ഇറങ്ങിയിരിക്കുകയാണ്. ആ അപ്പാപ്പ ഫുൾ കലിപ്പില് പല്ല് കടിച്ച് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് മുരച്ച് നിൽക്കുകയാണ്. ആ ഗ്യാപ്പിൽ ലൂഫി അവൻ നൈസായിട്ട് വില്ലന്റെ കയ്യിൽ നിന്ന് അവന്റെ ഹെൽമെറ്റ് പിടിച്ചു മേടിക്കും. ഇവിടെ അപ്പാപ്പൻ ചാടി വന്ന് അവന്റെ വയറ്റിലൊരൊറ്റ ഇടിയുടെ പവറിൽ അവൻ കിലോമീറ്ററുകളോളം തെറിച്ച് ചുമരിൽ സ്റ്റിക്കറാവും. ഇവിടെ അപ്പാപ്പന്റെ വയറ്റിലുണ്ടായിരുന്ന സ്ക്വാഡ് ആള് ശ്വാസം വലിച്ച് ഒരൊറ്റ വിടൽ വിടും. ആ ഒരു പവറിൽ സ്ക്വാഡുകളെല്ലാം വന്നതിലും വേഗത്തിൽ തിരിച്ചു പോവും. മറ്റൊരു ഭാഗത്താണെങ്കിൽ ആ സായിയും ഐഡിയോയും അവർ നിർത്താതെ മണിക്കൂറുകളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആങ്കറിനും അണികൾക്കും എല്ലാം തന്നെ ആ ഒരു ഫൈറ്റ് കാണും തോറും അവരുടെ ആവേശവും ഹാർട്ട് ബീറ്റും ഒക്കെ കൂടി വരികയാണ്. മാൻഷനിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അതിപ്പോൾ ആ ഫൈറ്റിൽ മാത്രമാണ്. ഗ്യാപ്പിൽ നമ്മുടെ ലൂഫി അവൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവന്റെ ഹെൽമെറ്റ് തലയിലെടുത്ത് വെച്ച് ഗെറ്റപ്പ് ഒക്കെ പഴയതുപോലെ ആക്കും. പക്ഷെ അപ്പോഴാണ് മുമ്പിൽ വലിയൊരു കുരിശ്. ആ താടിക്കാരൻ അപ്പാപ്പൻ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വരും. സത്യത്തിൽ നിന്നെ ഇതുപോലെ എൻ്റെ കയ്യിൽ കിട്ടാനാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നത്. നിന്റെ ഗ്രാൻഡ് പാ ആ കാർപ്പ്, അവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് എനിക്കിപ്പോ ഈ അവസ്ഥ വന്നത്. എൻ്റെ ഭാഗ്യങ്ങളെല്ലാം തന്നെ അവൻ തട്ടിയെടുത്തു. അതിന് ഞാൻ നിന്നിലൂടെ പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് അടിക്കാരൻ അപ്പാപ്പൻ ഇപ്പൊ ലൂഫി അടിക്കാൻ അവന്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിൽ ആ ചുന്ദരക്കുട്ടപ്പം പകർട്ട് അവനാണെങ്കിൽ ദേഷ്യം കൂടി വരും. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ കൈകൊണ്ട് ലൂഫിയെ കൊല്ലണം എന്നതായിരുന്നു. എന്നെ എന്തുകൊണ്ട് അവർ ആ സി ബ്ലോക്കിൽ ഇട്ടില്ല ചിന്തിച്ച് അവൻ വിഷമിച്ച് നിൽക്കും. ഇവിടെ ലൂഫി അവന് മുൻപിൽ വേറെ വഴിയില്ലാതെ ഇപ്പൊ അപ്പാപ്പനെ അറ്റാക്ക് ചെയ്യാൻ അവനും തയ്യാറായി കഴിഞ്ഞു. ലൂഫി സെക്കൻഡ് ഗിയർ എടുക്കും. അപ്പാപ്പൻ ആളുടെ ഫുൾ പവറും എടുക്കും. രണ്ടുപേരും ഇപ്പൊ ഓടുകയാണ്. അവരങ്ങനെ ഓടി ക്ലോസ് എത്താനാവുമ്പോ അപ്പാപ്പനാണെങ്കിൽ ഇടയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഐഡിയയെയും ആ ജിഞ്ചായെയും അവർ രണ്ടുപേരെയും ഒരു ഭാഗത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ്. ലൂഫിയും അപ്പാപ്പനും രണ്ടുപേരും ഓർണമെന്റ് ഹോക്കി പവർ ഉപയോഗിച്ച് പരസ്പരം ആഞ്ഞെട്ടിക്കും. അവരാണെങ്കിൽ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഹോക്കി പവർ കാരണം അവരുടെ അടുത്തുണ്ടായിരുന്ന ബാക്കി ഫൈറ്റേഴ്സ് ഇപ്പൊ ആ ഹോക്കി പവറിൽ പറന്ന് നടക്കുകയാണ്. ഐഡിയോയും സായിയും ആണെങ്കിൽ ഷോക്കായിട്ട് അവർ രണ്ടുപേരെ നോക്കുകയാണ്. ഇനി ബ്ലോക്ക് സിയിൽ ബാക്കിയുള്ള രണ്ടേ പേര് അവർ മാത്രമാണ്. സാക്ഷാൽ നമ്മുടെ ഹീറോ ലൂഫിയും ആ താടിക്കാരൻ അപ്പാപ്പനും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.